ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പറഞ്ഞ് നോമ്പും കഴിയാനായില്ലേ. നോമ്പ് 19 എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടത്. ഞാൻ ഈ വീഡിയോസ് എടുത്ത് തുടങ്ങിയപ്പോൾ കുറേ പേര് എന്നെ കളിയാക്കാറുണ്ട് കേട്ടോ. അതായത് ഡയറക്റ്റ് പറഞ്ഞില്ലെങ്കിലും അവർ ഇൻഡയറക്റ്റ് ആയിട്ട് എന്നോട് ഒരു കുത്തുന്ന രീതിയിൽ സംസാരിക്കാറുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വേണ്ട, ഇനി വീഡിയോസ് ഒന്നും ചെയ്യണ്ട എന്നുള്ളൊരു മൈൻഡിലേക്ക് വരും കേട്ടോ. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എന്നെ നല്ല രീതിക്ക് മോട്ടിവേറ്റ് ചെയ്യും കേട്ടോ. നീ വീഡിയോ ചെയ്യ്, എന്തിനാ മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നത്, ഈ എൻ്റെ ഫോണിലല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ തന്നിട്ട് എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നതാണ് ഈ ഒരു റംദാൻ സീരീസ്. അതേപോലെ തന്നെ എൻ്റെ താത്ത, അവളാണെങ്കിൽ എപ്പോഴും ചോദിക്കൂട്ടോ, ഈ എന്താ വീഡിയോ എടുക്കാത്ത, വീഡിയോ അപ്ലോഡ് ചെയ്യേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. അങ്ങനെ എടുത്തു തുടങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ ഈ നോമ്പ് കഴിയാനായ സമയത്ത് നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നമുക്ക് ഒരാളെയും പോയിട്ട് ഫോഴ്സ് ചെയ്തിട്ട് പറയാൻ പറ്റില്ല, നിങ്ങളെൻ്റെ വീഡിയോ കാണുക, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ടാവും. പക്ഷേ അത് വിചാരിച്ചിട്ട് എനിക്കിപ്പോൾ ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതേപോലെ തന്നെയാണ് നിങ്ങളും. നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ഇഷ്ടമല്ലാന്ന് വിചാരിച്ചിട്ട് ജീവിക്കാതിരിക്കരുത്. അവരവരുടെ വഴി, നമുക്ക് നമ്മളെ വഴി. ആ ഭാഗം നമുക്ക് നെഗറ്റീവ് എവിടുന്നാണോ കിട്ടുന്നത് ആ ഭാഗം പിന്നെ മെയിൻഡാക്കാതിരിക്കുക. എൻ്റെ ഒരു പോളിസി അതാണ് കേട്ടോ. ഞാൻ പിന്നെ ആ ഭാഗത്തേക്കേ മെയിൻഡാക്കൂല. അങ്ങനെ നെഗറ്റീവ് ആവുന്ന 2-3 പേരുണ്ട് കേട്ടോ എൻ്റെ ലൈഫിൽ. അവരെൻ്റെ അടുത്ത് പിണങ്ങി നിൽക്കുന്നത്, എന്തിനാണ് പിണങ്ങി നിൽക്കുന്നതെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ പിന്നെ ആ ഭാഗം മെയിൻ്റെ ആക്കാൻ പോകാറില്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ റീസൺ അറിയുകയാണെങ്കിൽ അതിന് അതിൻ്റേതായ ഒരു മാന്യതയുണ്ട്. ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ പറയാറുണ്ട് കേട്ടോ. എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സങ്കടം നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് എൻ്റെ അടുത്ത് വന്ന് പറയണം, എനിക്കത് തിരുത്താൻ കഴിയും എന്നുള്ളത് ഞാൻ പറയാറുണ്ട് കേട്ടോ. അങ്ങനെ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്. പക്ഷേ ഇങ്ങനെ 2-3 പേരെടുത്ത് മീൻസ് അവരുടെ അടുത്ത് ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അങ്ങോട്ട് വന്ന് ചോദിക്കും, എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും എനിക്ക് സങ്കടം ഉണ്ടായിട്ടാണോ എന്നുള്ളത് ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷേ അവർക്കതിൽ താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താക്കുക, നമുക്ക് നെഗറ്റീവ് തോന്നുന്ന ഭാഗം അങ്ങോട്ട് കട്ടാക്കുക, പിന്നെ ആ ഭാഗം മെയിൻഡാക്കാതിരിക്കുക. അതല്ലേ നമുക്ക് ഏറ്റവും നല്ലത്.